ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ വസ്വാമത്ത് ശഹറഹ വഹഫളത്ത് ഫർജഹ വഅതാഅത് സൗജഹ ഖീല ലഹ ഉദ്ഖുലൽ ജന്ന മിൻ അയ്യി ബാബിൻ ശിഅതി. ഒരു സ്ത്രീ അള്ളാഹു അവൾക്ക് നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും റമദാൻ മാസത്തിലെ നിർബന്ധമായ വ്രതം അനുഷ്ഠിക്കുകയും അവളുടെ ശാരീരിക അവയവങ്ങളെ ഹറാമായ പ്രവർത്തനത്തെ തൊട്ട് സംരക്ഷിക്കുകയും അവളുടെ ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് നാളെ മഹ്ശറയിൽ പറയപ്പെടും എന്നാണ്. ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. സാധാരണ നരകാവകാശികളായ സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യാറ്. സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ കാര്യം ചർച്ച ചെയ്യുന്നത് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ സൽക്കർമ്മത്തിലൂടെ തന്നെ സ്വർഗം കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സ്ത്രീകൾക്ക് നൽകിയിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അത്ര എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അവർക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, പൊതുവായ ധാർമ്മിക ബോധങ്ങളുണ്ട്, സാമൂഹിക സേവനങ്ങളുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെയില്ല. വളരെ ചെറിയ രീതിയിൽ തന്നെ സൽക്കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അധികം സ്ത്രീകൾക്ക് നിർബന്ധമാകുന്ന ഇബാദത്താണ് നിസ്കാരവും നോമ്പും. സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം അധികം സ്ത്രീകൾക്കും ഉണ്ടാകാറില്ല. അതുകൊണ്ട് സക്കാത്ത് എല്ലാ സ്ത്രീകളെയും ബാധിക്കാറില്ല. ഹജ്ജും അപ്രകാരം തന്നെയാണ്. എന്നാൽ ഹജ്ജും സക്കാത്തും എല്ലാം സാമ്പത്തിക ശേഷി അനുസരിച്ച് നിർബന്ധമാകുന്ന സ്ത്രീകൾ കൂടിയുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ശാരീരിക അവയവങ്ങളെ കാത്തുസൂക്ഷിക്കുക, ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ദോഷകരമല്ലാത്ത കാര്യങ്ങളിൽ, ഇസ്ലാമികമായ പുണ്യകാര്യങ്ങളിൽ, അനുവദനീയമായ കാര്യങ്ങളിൽ ഭർത്താവിനെ വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുക. അതിൻ്റെ അർത്ഥം അടിമയായി ജീവിക്കുക എന്നുള്ളതല്ല. നല്ല ഒരു സ്വാലിഹായ ഭർത്താവിൻ്റെ കീഴിൽ നല്ല സ്വാലിഹത്തായ ഭാര്യയായി ജീവിച്ചാൽ വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുന്നത്. സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശനം നൽകുന്നതാണ്.